നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രശ്നമുണ്ടാകില്ലെന്ന് CPM ഏരിയ സെക്രട്ടറി ഉറപ്പ് നൽകി. നാളെ ജോലിയിൽ പ്രവേശിക്കുമെന്ന് വില്ലേജ് ഓഫീസർ. നാളെ മുതൽ ജോലിയിൽ പ്രവേശിക്കുമെന്ന് CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി നേരിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ്. അണികളിൽ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് ഏരിയ സെക്രട്ടറി MV സഞ്ജു ഉറപ്പ് നൽകി. നികുതി കുടിശ്ശിക അടയ്ക്കാമെന്നും ഏരിയ സെക്രട്ടറി അറിയിച്ചെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. നികുതി കുടിശ്ശിക ചോദിച്ചതിന് ഓഫീസിൽ കയറി വെട്ടുമെന്ന ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി വിവാദമായിരുന്നു. ഭീഷണിക്ക് പിന്നാലെ വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് അവധിയിൽ പ്രവേശിച്ചിരുന്നു. കോഴിക്കോട് അമ്മയെയും മക്കളെയും കാണാനില്ലെന്ന് പരാതി. കോഴിക്കോട് നാദാപുരത്ത് ഭർത്തൃവീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി യുവതിയെയും 2 കുട്ടികളെയും കാണാനില്ലെന്ന് പരാതി. കുറുങ്കോട്ട് ഹൗസിൽ ആഷിത, മക്കളായ മെഹ്റ ഫാത്തിമ, ലുക്മാൻ എന്നിവരെയാണ് കാണാതായത്. കഴിഞ്ഞ 29-ാം തീയതിയാണ് 9ഉം 5ഉം വയസ്സുള്ള കുട്ടികൾക്കൊപ്പം അഷിത വീട് വിട്ടിറങ്ങിയത്. മാർച്ച് 29-ന് വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യശ്വന്ത്പൂർ എക്സ്പ്രസിലാണ് ആഷിതയും മക്കളും സഞ്ചരിച്ചത്. യശ്വന്ത്പൂരിൽ വെച്ച് ATM-ൽ നിന്നും ഇവർ പണം പിൻവലിച്ചിട്ടുണ്ട്. പിന്നീട് ഡൽഹിയിലേക്ക് ട്രെയിനിലേക്ക് സഞ്ചരിച്ചെന്നാണ് ലഭ്യമായ വിവരം. പത്തനംതിട്ടയിൽ അച്ഛനൊപ്പം നടക്കുന്നതിനിടെ വെള്ളത്തിലേക്ക് തെന്നി വീണു. ഒഴുക്കിൽപ്പെട്ട 15കാരി മരിച്ചു. അഴൂർ സ്വദേശി ആവണിയാണ് മരിച്ചത്. അച്ഛനൊപ്പം നടക്കുമ്പോൾ നടപ്പാലത്തിൽ കാൽ തെന്നി അച്ഛൻ കോവിലാറ്റിൽ വീഴുകയായിരുന്നു. വെള്ളത്തിൽ വീണ കുട്ടിയുടെ അച്ഛനും ഒപ്പമുണ്ടായിരുന്നയാളും നീന്തി കയറി. ഇന്ന് രാത്രിയാണ് അപകടമുണ്ടായത്. പെൺകുട്ടിക്കായി ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലാണ് രാത്രി 10:30-യോടെ മൃതദേഹം കണ്ടെത്തിയത്. സമീപത്തെ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് എത്തിയതായിരുന്നു ഇവർ. വായ്പാ തിരിച്ചടവ് മുടങ്ങി. ആലപ്പുഴയിൽ ജപ്തി ചെയ്ത വീടിന് മുന്നിൽ യുവാവ് മരിച്ച നിലയിൽ. പുന്നപ്ര പറവൂർ വട്ടത്തറയിൽ പ്രഭുലാലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് വൈകിട്ടാണ് സംഭവം. കേരള ബാങ്ക് കുറുവൻതോട് ശാഖാധികാരികൾ കഴിഞ്ഞ 24-നാണ് വീട് ജപ്തി ചെയ്ത് പ്രഭുലാലിനെയും മാതാപിതാക്കളെയും ഇറക്കിവിട്ടത്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. 6 വർഷം മുമ്പ് നിർമ്മിച്ച വീടിന് വേണ്ടി 3 ലക്ഷം രൂപയായിരുന്നു പ്രഭുലാൽ വായ്പ എടുത്തിരുന്നത്. വീട് ജപ്തി ചെയ്ത ശേഷം ബന്ധുവീട്ടിലാണ് മാതാപിതാക്കൾക്കൊപ്പം പ്രഭുലാൽ താമസിച്ചിരുന്നത്. ദിവസവും ജപ്തി ചെയ്ത വീട്ടിൽ വന്ന് പരിസരത്ത് അല്പസമയം ചെലവിടുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഹോസ്റ്റലിൽ നിന്ന് കാണാതായ 13കാരനെ കണ്ടെത്തി. കോഴിക്കോട് നിന്നും കാണാതായ 13കാരനെ കണ്ടെത്തി. പൂനെയിൽ നിന്നാണ് പോലീസ് സംഘം കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ 24-നാണ് വേദവ്യാസ സ്കൂൾ ഹോസ്റ്റലിൽ നിന്നും കുട്ടി സാഹസികമായി കടന്നു കളഞ്ഞത്. ബീഹാർ സ്വദേശിയായ സൻസ്കാർ കുമാറാണ് ഹോസ്റ്റലിൽ നിന്ന് പോയത്. തുടർന്ന് വിദ്യാർത്ഥിയെ കാണാതായ സംഭവത്തിൽ ഹോസ്റ്റൽ അധികൃതർ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടി പൂനെയിലുള്ളതായി വിവരം ലഭിച്ചത്.